ഇതിനിടയിൽ US ഇറാൻ സംഘർഷങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ചെങ്കടലിൽ പുതിയ യുദ്ധമുഖം തുറക്കുകയാണ്. അതായത് ഇറാന്റെ പിന്തുണയോടുകൂടി ഹൂതികളാണ് ചെങ്കടലിൽ ഇപ്പോൾ ആക്രമണം അഴിച്ചുവിടാൻ ഒരുങ്ങുന്നത്. അത് മാത്രമല്ല, ഇന്നലെ യമന്റെ തുറമുഖത്തേക്ക് സൗദി അറേബ്യ ചില ആക്രമണം നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് തിരിച്ചടിയായി സൗദിയുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെയാണ് ഹൂതികൾ ലക്ഷ്യം വെക്കുന്നത്. ഇതിനിടെ കാസ്പിയൻ കടലിൽ യുക്രൈൻ ഒരു ഇറാൻ കപ്പലിനെ തകർത്തുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. സംഭവത്തിൽ കീവ് പ്രതിനിധിയെ ഇറാൻ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സൈനിക നടപടികൾക്ക് ഇറാൻ ആയുധം നൽകി സഹായിക്കുന്നത് റഷ്യയാണെന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ വെളിപ്പെടുത്തലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണവും ഇപ്പോൾ പുറത്തു വരുന്ന പശ്ചാത്തലമാണ്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കാൻ തുടരുന്നുണ്ട്. അജയ്, ഇതിപ്പോൾ വ്ളാഡിമിർ സെലൻസ്കിയുടെ ആരോപണം ഗൗരവതരമാണ്. റഷ്യ ഇറാനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം ഹൂതികളുടെ ഇപ്പോഴത്തെ നിലപാടുകളും ആശങ്കാജനകമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ റഷ്യ യുക്രൈനെ സൈനികമായി സഹായിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഇതിനു മുൻപേ തന്നെ പുടിൻ പരസ്യമായി തള്ളിക്കളഞ്ഞിരുന്നു. അതുപോലെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അടുത്തിടെ ഇത്തരം ചില സംശയങ്ങൾ ഉന്നയിച്ചപ്പോൾ US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്നെ ഇത്തരം സംശയങ്ങൾക്ക് വസ്തുതയില്ല എന്ന് പരസ്യമായി പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല, ഈ തന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഈ റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിൻ ആണെങ്കിലും അതുപോലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇവർ രണ്ടുപേരും തനിക്ക് ഇറാനെ സൈനികമായി സഹായിക്കില്ല എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്ന് ഒരു ദിവസം പിന്നിട്ടതിന് ശേഷമാണ് ഇപ്പോൾ യുക്രൈൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ആരോപണം പുറത്തു വരുന്നത്. അതായത് ഇപ്പോൾ മേഖലയിൽ യുക്രൈൻ്റെ ഭാഗത്ത് നിന്ന് റഷ്യക്ക് നേരെയുള്ള ആക്രമണവും റഷ്യയുടെ തിരിച്ചടിയും എല്ലാം ഇപ്പോൾ തുടരുകയാണ്. കാസ്പിയൻ കടലിൽ വെച്ച് ഒരു ഇറാനിയൻ കപ്പൽ യുക്രൈൻ ആക്രമണത്തിൽ തകർന്നിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂലൈ 18-19 തീയതികളിൽ ചില കപ്പലാക്രമണങ്ങളിൽ ഇന്ത്യൻ നാവികർക്കുൾപ്പെടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ഒരു ഇറാനിയൻ കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നത്. ഇതിൽ ഒരു ഇറാനിയൻ സൈനികൻ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കീവ് പ്രതിനിധിയെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് ഇറാൻ പ്രതിഷേധം അറിയിച്ചത്. അപ്പോൾ ഇതിന് യുക്രൈൻ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് തങ്ങൾ ലക്ഷ്യം വെച്ചത് ഒരു റഷ്യൻ കപ്പലിനെയാണ്. ഈ റഷ്യൻ കപ്പൽ ഇറാന് ആയുധങ്ങൾ എത്തിച്ച് നൽകുകയായിരുന്നു. അപ്പോൾ അതിനിടെയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് യുക്രൈൻ നൽകുന്ന ഒരു വിശദീകരണം. യുക്രൈൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കിയും ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ റഷ്യ നിരന്തരമായി ഇറാന് ആയുധങ്ങൾ വിട്ടു നൽകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കപ്പലാണ് ഇപ്പോഴും ആക്രമിക്കപ്പെട്ടത് എന്നാണ് സെലൻസ്കിയുടെ ഒരു വാദം. എന്തായാലും ഈ ആരോപണത്തിൽ നിലവിൽ റഷ്യ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇതിന് മറുപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇറാനും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതും ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെയാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ചെങ്കടൽ കേന്ദ്രീകരിച്ച് സംഘർഷങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഹോർമുസ് കേന്ദ്രീകരിച്ചായിരുന്നു നേരത്തെ സംഘർഷങ്ങൾ നടന്നിരുന്നതെങ്കിലും അമേരിക്ക ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ ഇപ്പോൾ കൂടുതൽ ആക്രമണങ്ങൾ ചെങ്കടലിലേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു. നേരത്തെ ഹൂതി വിമതരോടുകൂടി ഈ പോരാട്ടത്തിൽ പങ്കാളികളാകണമെന്ന് ആവശ്യപ്പെട്ടത് ഇറാനാണ്. ഈ ചെങ്കടൽ കൂടി ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആഗോള ചരക്ക് കയറ്റുമതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനായിരുന്നു ഇറാന്റെ പദ്ധതി. പക്ഷേ ഇപ്പോൾ അത് കാരണം സൗദിക്കും ഹൂതി വിമതർക്കുമെതിരെ ഒരു പോരാട്ടമുഖം തുറന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യ യമനിലെ ഒരു തുറമുഖ നഗരത്തിന് നേരെ ആക്രമണം നടത്തിയത്. ഇപ്പോൾ ആ ആക്രമണങ്ങൾക്ക് ഹൂതി വിമതർ തിരിച്ചടി നൽകിയിരിക്കുന്നു. സൗദി അറേബ്യയുടെ ചില എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു ഈ ആക്രമണം. ജിസാൻ അതുപോലെ യാൻഡു എന്ന് പറയുന്ന നഗരങ്ങളിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലേക്കാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ഇതിന് സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടികൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയും നിലവിൽ നിലനിൽക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.